പ്രിയമുള്ളവരെ, ഇന്ന് ക്ലാസ് എടുക്കാൻ പോകുന്നത് ഞാനാണ്. പരീക്ഷ അടുത്തെത്തി എന്ന് പറഞ്ഞ് ടെൻഷൻ അടിക്കേണ്ട. വെറും 7 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ ചാപ്റ്റർ പൂർണ്ണമായും പഠിച്ചെടുക്കാം. ഈ പാഠത്തിന്റെ ഒരു അടിപൊളി നോട്ട് ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. അതിന്റെ ലിങ്ക് താഴെ കൊടുക്കാം, അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ചാനൽ വഴി ബന്ധപ്പെട്ടാലും മതി. പ്രിയ വിദ്യാർത്ഥികളെ, ചരിത്ര ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഉറപ്പുതരാം, ഈയൊരു ക്ലാസ് കഴിയുമ്പോൾ കൊളോണിയലിസമും ചെറുത്തുനിൽപ്പും എന്ന രണ്ടാമത്തെ യൂണിറ്റിൽ നിന്ന് നിങ്ങളുടെ ഒരു മാർക്ക് പോലും നഷ്ടമാകില്ല. ഇതൊരു സാധാരണ ക്ലാസ്സല്ല, നിങ്ങളുടെ പരീക്ഷാവിജയം 100% ഉറപ്പാക്കുന്ന ഒരു മാസ്റ്റർ ക്ലാസ്സാണ്. അപ്പോൾ നോട്ട്ബുക്കൊക്കെ എടുത്ത് റെഡിയായിരുന്നോളൂ, നമുക്ക് തുടങ്ങാം. ഇന്നത്തെ നമ്മുടെ സിലബസ് വളരെ കൃത്യമാണ്. 4 കാര്യങ്ങളാണ് പ്രധാനമായും നമ്മൾ നോക്കുന്നത്: സാമുദ്രിമാരും പോർച്ചുഗീസുകാരും, കുഞ്ഞാലിമരക്കാർമാർ, മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും, പിന്നെ അവസാനം നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടാൻ വേണ്ടിയുള്ള എൻ്റെ ചില പ്രത്യേക പരീക്ഷാ തന്ത്രങ്ങളും. അപ്പോൾ ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കാം. സാമൂതിരിമാരും പോർച്ചുഗീസുകാരും. കേരളത്തെ മുഴുവൻ ഒറ്റക്കുടക്കീഴിൽ കൊണ്ടുവരാൻ സാമൂതിരി ശ്രമിക്കുന്ന ആ ഒരു നിർണായക സമയത്താണ് പോർച്ചുഗീസുകാർ ഇങ്ങോട്ട് വരുന്നത്. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, പുറത്തുനിന്ന് വന്ന ഈ വിദേശികൾ എങ്ങനെയാണ് ഇവിടെ വേരുറപ്പിച്ചത് എന്ന്? കാര്യം വളരെ സിമ്പിളാണ് കേട്ടോ. അവർ നമ്മുടെ അനൈക്യം കൃത്യമായി മുതലെടുത്തു. അതായത് കോഴിക്കോട്ടെ സാമുദ്രിയും കണ്ണൂരിലെ കോലത്തിരയും പിന്നെ കൊച്ചി രാജാവും തമ്മിൽ വലിയ ശത്രുതയിലായിരുന്നു. ഈ ഒരു പഴുതിലൂടെയാണ് പോർച്ചുഗീസുകാർ വളരെ തന്ത്രപരമായി നുഴഞ്ഞുകയറിയത്. ഇനി ഈ ടൈം ലൈൻ വളരെ ശ്രദ്ധിച്ചു കേൾക്കണം. 1498 വാസ്കോഡ ഗാമ കോഴിക്കോട്ട് വന്നപ്പോൾ സാമൂതിരി അദ്ദേഹത്തെ സ്വാഗതം ചെയ്തു. പക്ഷേ വിൽക്കാൻ കഴിയാത്ത സാധനങ്ങൾ സൂക്ഷിക്കാൻ ആളുകളെ നിർത്താനോ നികുതി ഒഴിവാക്കാനോ സാമൂതിരി തയ്യാറായില്ല. ഇത് കണ്ട് ഗാമ നേരെ കണ്ണൂരിലേക്ക് പോയി. അവിടെ കോലത്തിരി മികച്ച സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു. എന്നാൽ ഗാമയുടെ രണ്ടാമത്തെ വരവ് കുറച്ചുകൂടി ക്രൂരമായിരുന്നു. മുസ്ലിം കച്ചവടക്കാരെ കോഴിക്കോട്ടു നിന്ന് പുറത്താക്കാൻ ഗാമ ആവശ്യപ്പെട്ടു. സാമൂതിരി അത് തീർത്തും തള്ളിക്കളഞ്ഞു. ഇതിന്റെ ദേഷ്യത്തിൽ ഗാമ നഗരം ആക്രമിച്ചു. നാട്ടുകാർ തിരിച്ചടിച്ചപ്പോൾ ഗാമ കൊച്ചിയിലേക്ക് മാറി. കൊച്ചി രാജാവ് അവർക്ക് സംരക്ഷണം കൊടുത്തത് സാമൂതിരിയെ ശരിക്കും ചൊടിപ്പിച്ചു. അതിന്റെ ബാക്കി പത്രമാണ് 1504 നടന്ന കൊടുങ്ങല്ലൂർ യുദ്ധം. സാമൂതിരിയെ തോൽപ്പിച്ച് പോർച്ചുഗീസുകാർ കൊടുങ്ങല്ലൂർ പിടിച്ചെടുത്ത് കോട്ട കെട്ടി. അതോടെ കൊല്ലം, കൊച്ചി, കണ്ണൂർ എന്നിവിടങ്ങളിൽ അവർ വാണിജ്യ കുത്തക ഉറപ്പിച്ചു. നോക്കൂ, പോർച്ചുഗീസുകാർ നേടിയ നയതന്ത്ര വിജയങ്ങൾ ഈ 2 ഘട്ടങ്ങളിലായി നമുക്ക് കാണാം. ആദ്യത്തേത് 1513 അൽബുക്കർക്കും സാമുദ്രിയും തമ്മിലുള്ള ഉടമ്പടിയാണ്. ഇതുവഴി കോഴിക്കോട്ട് കോട്ട പണിയാനും നികുതിയില്ലാതെ വ്യാപാരം നടത്താനും അവർക്ക് അനുമതി കിട്ടി. പകരമായി കസ്റ്റംസ് വരുമാനത്തിൽ നിന്ന് സാമുദ്രിക്ക് പണം നൽകാമെന്നും കൊച്ചിക്കും കണ്ണൂരിനുമെതിരെയുള്ള യുദ്ധത്തിൽ സഹായിക്കാമെന്നും അവർ വാഗ്ദാനം ചെയ്തു. എന്നാൽ നിരന്തരം യുദ്ധം ചെയ്തു മടുത്ത സാമുദ്രിക്ക് 1540 മറ്റൊരു ഉടമ്പടിക്ക് കൂടി വഴങ്ങേണ്ടി വന്നു. കുരുമുളക് കൊച്ചിയിലെ അതേ വിലക്ക് കോഴിക്കോട്ടും നൽകാമെന്നും അറബിക്കപ്പലുകൾക്ക് പോർച്ചുഗീസ് പാസ്പോർട്ട് നിർബന്ധമാക്കാമെന്നും സാമുദ്രിക്ക് സമ്മതിക്കേണ്ടി വന്നു. ഇതൊരു വലിയ കീഴടങ്ങൽ തന്നെയായിരുന്നു. ഇനി രണ്ടാമത്തെ മൊഡ്യൂളിലേക്ക് പോകാം. കുഞ്ഞാലിമരക്കാർമാരുടെ ധീരമായ പോരാട്ടങ്ങൾ. വിദ്യാർത്ഥികളെ, പരീക്ഷയ്ക്ക് 10 മാർക്കിന്റെ എസ്സേ ചോദ്യമായി വരാൻ സാധ്യതയുള്ള വളരെ പ്രധാനപ്പെട്ടൊരു ഭാഗമാണിത്. ശ്രദ്ധിച്ചിരിക്കുക. സാമൂതിരിയുടെ വിശ്വസ്തരായ നാവികസേനാ തലവന്മാരായിരുന്നു കുഞ്ഞാലിമരക്കാർമാർ. രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, തുടക്കത്തിൽ ഇവർ പോർച്ചുഗീസുകാരുമായി നല്ല ബന്ധത്തിലായിരുന്നു. സാമൂതിരിക്കെതിരെ 1500 നാവികരെ വരെ ഇവർ നൽകിയിട്ടുണ്ട്. പിന്നെ എങ്ങനെയാണ് ഇവർ കടുത്ത ശത്രുക്കളായത്? അതൊരു വലിയ സാമ്പത്തിക പ്രശ്നമായിരുന്നു. കസൈഡോസ് എന്ന ഈ വാക്ക് നോട്ട് ചെയ്തു വെച്ചോളൂ. പോർച്ചുഗീസുകാർക്കും തദ്ദേശീയ സ്ത്രീകൾക്കും ജനിച്ച ഒരു പുതിയ വ്യാപാര സമൂഹമായിരുന്നു ഈ കസൈഡോസ്. ഇവരുടെ വളർച്ച മരക്കാർമാരുടെ സമുദ്രവാണിജ്യ കുത്തകയെ സാരമായി ബാധിച്ചു. ഈ സാമ്പത്തിക വടംവലിയാണ് പിന്നീട് വലിയ ശത്രുതയായി മാറിയത്. ഈ സാമ്പത്തിക സംഘർഷത്തിനു പുറമേ ഇതൊരു മതപരമായ പോരാട്ടം കൂടിയായി മാറി. പൊന്നാനിയിലെ പ്രമുഖ ഇസ്ലാമിക പണ്ഡിതനായിരുന്ന ഷെയ്ഖ് സൈനുദ്ദീന്റെ പ്രശസ്തമായ ഗ്രന്ഥമാണ് തുഹ്ഫത്തുൽ മുജാഹിദീൻ. പോർച്ചുഗീസുകാർക്കെതിരെ ജിഹാദ്, അതായത് ഒരു വലിയ ഇസ്ലാമിക ഐക്യം കെട്ടിപ്പടുക്കാൻ അദ്ദേഹം ഇതിലൂടെ ആഹ്വാനം ചെയ്തു. അവരുടെ മിലിറ്ററി സ്ട്രാറ്റജികൾ എന്തൊക്കെ ആയിരുന്നുവെന്ന് നോക്കാം. പൊന്നാനിയിലെ തോൽവിക്ക് ശേഷം അവർ തങ്ങളുടെ ബേസ് കോട്ടക്കറിലേക്ക് മാറ്റി. ചാലിയറ്റും പൊന്നാനിയിലും കോട്ടകെട്ടാനുള്ള പോർച്ചുഗീസ് ശ്രമങ്ങളെ അവർ ശക്തമായി പ്രതിരോധിച്ചു. കുഞ്ഞാലി രണ്ടാമൻ പോർച്ചുഗീസ് കപ്പലുകൾ നിരന്തരം ആക്രമിച്ചുകൊണ്ടിരുന്നു. എന്നാൽ അവിടെയൊരു പ്രശ്നമുണ്ടായി: കുഞ്ഞാലി നാലാമന്റെ അമിതമായ ആത്മവിശ്വാസം. അദ്ദേഹം സ്വയം മലബാർ തീരത്തെ സുൽത്താൻ എന്ന് പ്രഖ്യാപിച്ചു. ഇത് സാമുദ്രിയെ സംബന്ധിച്ച് വലിയൊരു അപമാനമായിരുന്നു. ഈ അഹംഭാവത്തിന്റെ ക്ലൈമാക്സ് വളരെ ദാരുണമായിരുന്നു. കുഞ്ഞാലിയുടെ പ്രവൃത്തികളിൽ കടുത്ത ദേഷ്യം വന്ന സാമുദ്രി ശത്രുക്കളായ പോർച്ചുഗീസുകാരുമായി ചേർന്ന് 1597-99 കാലത്ത് അദ്ദേഹത്തെ ചതിയിൽപ്പെടുത്തി പിടികൂടി. കൊല്ലരുതെന്നായിരുന്നു സാമൂതിരിയുടെ നിബന്ധനയെങ്കിലും ആ വാക്ക് തെറ്റിച്ച് പോർച്ചുഗീസുകാർ അദ്ദേഹത്തെ ക്രൂരമായി കൊലപ്പെടുത്തി. ഈയൊരു വീഴ്ചയോടെ മലബാർ തീരം പൂർണ്ണമായും
പോർച്ചുഗീസുകാരുടെ പിടിയിലമർന്നു. ശരി, മൂന്നാമത്തെ ഭാഗത്തേക്ക് കടക്കാം. മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും. 1604 പോർച്ചുഗീസുകാരെ ഇവിടെ നിന്ന് പറഞ്ഞയച്ചുകൊണ്ടാണ് ഡച്ചുകാർ കേരള രാഷ്ട്രീയത്തിലേക്ക് കടന്നുവരുന്നത്. തങ്കശ്ശേരിയായിരുന്നു അവരുടെ പ്രധാന താവളം. വിദ്യാർത്ഥികളെ, ഈ വർഷം ഇപ്പോൾ തന്നെ കാണാപ്പാഠം പഠിച്ചോളൂ. 1741 പരീക്ഷയ്ക്ക് 2 മാർക്കിന് ഇത് ചോദിച്ചിരിക്കും. കായംകുളം, കൊട്ടാരക്കര, ചെമ്പകശ്ശേരി തുടങ്ങിയവരുമായി ഡച്ചുകാരുണ്ടാക്കിയ കുരുമുളക് വ്യാപാര കരാറുകൾ നിലവിലുണ്ടായിരുന്നു. എന്നാൽ മാർത്താണ്ഡവർമ്മ തന്റെ രാജ്യം വികസിപ്പിക്കാൻ തുടങ്ങിയതോടെ ഈ കരാറുകൾക്ക് ഭീഷണിയായി. സ്വാഭാവികമായും ഡച്ചുകാർ പ്രകോപിതരായി. അവർ കുളച്ചൽ കോട്ടയിൽ വന്ന് താവളമടിച്ചു. അങ്ങനെ 1741 ആഗസ്റ്റ് 5-ന് ആ ചരിത്രപ്രസിദ്ധമായ കുളച്ചൽ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. മാർത്താണ്ഡവർമ്മ തന്റെ കൂറ്റൻ സൈന്യവുമായി കോട്ട വളഞ്ഞു. അവിടെ നടന്നത് ഒരു നാടകീയമായ സംഭവമാണ്. തിരുവിതാംകൂർ സൈന്യത്തിന്റെ ഒരു വെടിയുണ്ട അബദ്ധത്തിൽ ചെന്ന് വീണത് ഡച്ചുകാരുടെ വെടിമരുന്ന് ശാലയിലാണ്. വലിയൊരു തീപിടുത്തമുണ്ടായി. ആഹാരം കൂടി തീർന്നതോടെ ഡച്ചുകാർക്ക് നിരുപാധികം കീഴടങ്ങേണ്ടി വന്നു. ഏഷ്യൻ മണ്ണിൽ ഒരു യൂറോപ്യൻ ശക്തി നേരിട്ട ആദ്യത്തെ വലിയ തോൽവിയായിരുന്നു ഇത്. ഇംഗ്ലീഷുകാരുടെ തലശ്ശേരി രേഖകൾ ഇത് കൃത്യമായി ശരിവയ്ക്കുന്നുണ്ട്. ഇനി നിങ്ങൾ ഓർമ്മിക്കേണ്ട രണ്ടാമത്തെ പ്രധാനപ്പെട്ട വർഷം ഇതാണ്, 1753. കുളച്ചിലിലെ തോൽവിക്ക് ശേഷം 1743 മെയ് 22-ന് അവർ മറ്റൊരു കരാറുണ്ടാക്കിയെങ്കിലും അതുകൊണ്ടൊന്നും പ്രശ്നങ്ങൾ തീർന്നില്ല. ഒടുവിലാണ് 1753 ആഗസ്റ്റ് 15-ന് മാവേലിക്കര ഉടമ്പടി ഒപ്പുവയ്ക്കുന്നത്. ഇതും ഒരു സുപ്രധാന 2 മാർക്ക് ചോദ്യമാണ്. ആ മാവേലിക്കര ഉടമ്പടിയുടെ നിബന്ധനകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1. തിരുവിതാംകൂറിന്റെ വിപുലീകരണത്തെ ഡച്ചുകാർ ഇനി ഒരു കാരണവശാലും തടയില്ല. 2. പകരമായി ഇംഗ്ലീഷുകാർ ഒഴികെയുള്ള മറ്റു യൂറോപ്യൻ ശക്തികളുമായി മാർത്താണ്ഡവർമ്മ യാതൊരു ബന്ധവും വയ്ക്കില്ല. ഈ ഒറ്റ ഉടമ്പടിയോടെ ഡച്ചുകാർക്ക് കേരള രാഷ്ട്രീയത്തിലുണ്ടായിരുന്ന മുഴുവൻ സ്വാധീനവും എന്നേക്കുമായി നഷ്ടപ്പെട്ടു. മാർത്താണ്ഡവർമ്മയുടെ ഈ വമ്പൻ വിജയങ്ങൾക്ക് പിന്നിലെ മാജിക് എന്തായിരുന്നു? അതദ്ദേഹത്തിന്റെ കിടിലൻ സൈനിക പരിഷ്കരണങ്ങളായിരുന്നു. ഈ പേരുകൾ പരീക്ഷയ്ക്കായി പ്രത്യേകം അടിവരയിട്ട് പഠിക്കുക. കുളച്ചലിൽ തടവുകാരനായി പിടിക്കപ്പെട്ട ഡച്ച് ക്യാപ്റ്റൻ ഡി ലാനോയുടെ നേതൃത്വത്തിലാണ് അദ്ദേഹം യൂറോപ്യൻ മാതൃകയിലുള്ള സൈന്യമുണ്ടാക്കിയത്. ഡി ലാനോയ് വലിയ കപ്പിത്താൻ എന്നറിയപ്പെട്ടു. ഈ സേനയുടെ ആസ്ഥാനം പുളിയംകുറിച്ചിയും സൈനിക കമാൻഡർ വലിയ യജമാനനുമായിരുന്നു. സൈന്യത്തിന്റെ ഘടനയിൽ അദ്ദേഹം വലിയ മാറ്റങ്ങൾ വരുത്തി. അതിലൊന്നാണ് ഈ കുഞ്ചുകൂട്ടക്കാർ. കേവലം നായർ സമുദായത്തിൽ നിന്ന് മാത്രമല്ല, നാടാർ, ഈഴവ, ക്രിസ്ത്യൻ വിഭാഗങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സ്പെഷ്യൽ ഫോഴ്സായിരുന്നു ഇത്. അക്കാലത്തെ സൈന്യത്തിലുണ്ടായിരുന്ന പരമ്പരാഗത നായർ മേധാവിത്വം തകർക്കാൻ ഈയൊരു വിപ്ലവകരമായ തീരുമാനം കാരണമായി. അതുപോലെ തന്നെ ഓർക്കേണ്ട മറ്റൊരു വാക്കാണ് പുള്ളിപ്പട്ടാളം. 200 പേർ വീതമുള്ള 72 ബറ്റാലിയനുകൾ അടങ്ങുന്ന ഒരു വലിയ സൈനിക വ്യവസ്ഥയായിരുന്നു ഇത്. ഒന്നാലോചിച്ചു നോക്കൂ ഇതിന്റെ ഒരു വലിപ്പം. ഈ വലിയ സൈന്യത്തിന് ആവശ്യമായ ആയുധങ്ങൾ കുരുമുളകിന് പകരമായി വാങ്ങാൻ അദ്ദേഹം ഇംഗ്ലീഷുകാരുമായി ഒരു പ്രത്യേക കരാറുമുണ്ടാക്കിയിരുന്നു. അപ്പോ നമ്മൾ 4ാമത്തെയും അവസാനത്തെയും ഭാഗത്തേക്ക് കടക്കുകയാണ്. പ്രൊഫസറുടെ പരീക്ഷാതന്ത്രങ്ങൾ. പാഠഭാഗങ്ങൾ മുഴുവൻ നമ്മൾ കവർ ചെയ്തു കഴിഞ്ഞു. ഇനി നിങ്ങളുടെ പരീക്ഷാ പേപ്പറിൽ ഉയർന്ന മാർക്കുകൾ എങ്ങനെ സ്കോർ ചെയ്യാമെന്ന് നോക്കാം. കഴിഞ്ഞ മോഡൽ പേപ്പറുകളിലൊക്കെ വന്ന ചോദ്യങ്ങൾ ഇതൊക്കെയായിരുന്നു. 1741 ആഗസ്റ്റ് 5-ന് നടന്ന കുളച്ചൽ യുദ്ധം, 1753 ആഗസ്റ്റ് 15-ലെ മാവേലിക്കര ഉടമ്പടി എന്നിവ 2 മാർക്കിന്റെ സ്ഥിരം ചോദ്യങ്ങളാണ്. കുഞ്ഞാലിമരക്കാർമാരുടെ പങ്ക് 10 മാർക്കിന്റെ എസ്സേ ആയും വന്നിട്ടുണ്ട്. ഈ എസ്സേയിൽ കസാഡോസുകളുടെ പ്രശ്നവും പൊന്നാനിയിലെ പോരാട്ടങ്ങളും കുഞ്ഞാലി 4-ാമനെ സാമൂതിരി ചതിയിൽപ്പെടുത്തിയതുമൊക്കെ വ്യക്തമായി എഴുതിയാൽ ഗ്യാരണ്ടീഡ് നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. ഇനി വരാൻ പോകുന്ന പരീക്ഷയ്ക്കുള്ള എന്റെ ഉറപ്പായ ചില പ്രവചനങ്ങൾ കേട്ടോളൂ. മാർത്താണ്ഡവർമ്മയുടെ സൈനിക പരിഷ്കരണങ്ങൾ ഒരു 4 മാർക്കിനോ അല്ലെങ്കിൽ 10 മാർക്കിനോ വരാൻ വളരെ ഉയർന്ന സാധ്യതയുണ്ട്. ഡി ലാനോയി, കുഞ്ചുകൂട്ടക്കാർ, പുള്ളിപ്പട്ടാളം, പുള്ളിയംകുറിച്ചി എന്നീ കീവേഡുകളൊക്കെ വെച്ച് നിങ്ങളുടെ ഉത്തരം ഉഷാറാക്കുക. അതുപോലെ 1513-ലെയും 1540-ലെയും പോർച്ചുഗീസ് സാമൂതിരി ഉടമ്പടികൾ 4 മാർക്കിനും പ്രതീക്ഷിക്കാം. അപ്പോ കാര്യങ്ങളൊക്കെ വ്യക്തമല്ലേ? ഈ ക്ലാസ്സിലെ വിവരങ്ങളെല്ലാം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ പരീക്ഷ നിങ്ങൾക്ക് വെറും സിമ്പിളായിരിക്കും. മാർത്താണ്ഡവർമ്മ തന്ത്രപരമായി കുളച്ചൽ കീഴടക്കിയതുപോലെ ഈ പോയിന്റുകളും തീയതികളും കൃത്യമായി ഓർമ്മിച്ചു വെച്ചിൽ ആ പരീക്ഷാ ഹോൾ നിങ്ങൾ കീഴടക്കുമോ? എനിക്കുറപ്പുണ്ട് നിങ്ങൾക്കത് സാധിക്കും. നന്നായി പഠിക്കുക, മുഴുവൻ മാർക്കും വാങ്ങുക. അടുത്ത ക്ലാസ്സിൽ കാണാം. എങ്ങനെയാടാ മോനെ ഇത്ര അടിപൊളിയായിട്ട് ക്ലാസ് തന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ പോകാൻ കഴിയുന്നത്? സബ്സ്ക്രൈബ് ചെയ്യ്, കൂടെ കുടിക്കോ. മാച്ച് ചങ്ങായിമാർക്കും കൂടി ഷെയർ ചെയ്യാൻ മറക്കണ്ട. എൽമോ.